ഹലോ മൈ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. റോഡ് ക്ലോസ്ഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്. വായിക്കേ. അപ്പോൾ ഗൈസ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ എളുപ്പല്ലേ, അവിടെ അപ്പുറത്തെ എളുപ്പല്ല, GCC കൺട്രിയിൽ കാറിനുള്ളിൽ എന്ത് യുദ്ധം നടന്നത് പറഞ്ഞ അതിനെല്ലാം നീ യുദ്ധോ അങ്ങനെ ഇങ്ങനെ നാക്കിയെങ്കിലേ അപ്പൊ റിയൽ ഫൈറ്റ്, റിയൽ ആയിട്ടുള്ള ഈ ടോക്കിനെല്ലാം എന്ത് ഇന്നലെ നമ്മൾ യുദ്ധം കണ്ടിന് പാഞ്ഞിട്ടാകുമ്പോ ചെല്ലുമെന്ന് പറഞ്ഞ മുഖ ചപ്പായി ആയിരിക്കട്ടെ. അത്ര നേരം ഗൈസ് സൺ കിസ്ഡായി. സൂര്യനെ കാണുന്നില്ല, ബട്ട് മടിക്കേരിയ പത്തനംതിട്ട ജില്ല രാവിലത്തെ കാഴ്ച. ആലപ്പുഴക്ക് ഇനി വേണ്ട 5 കിലോമീറ്റർ അല്ല, 5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നീ അടുക്ക് ബോർഡർ എന്ന് പറയുന്നത്. ഗൈസ് ഫുള്ള് മഞ്ഞാണ്. മോർണിംഗ് കാഴ്ച. സമയം കൃത്യം 6:59 കാഴ്ച. നേരെ തിരുവനന്തപുരം 109 കിലോമീറ്റർ. അല്ല പോടാ, കാറ്റിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? അറിവല്ലോ. ഒരു നല്ല വൈബുണ്ട്, നല്ലൊരു കൂളുണ്ട്. ഡാൻസ് കളിക്കാൻ തോന്നുന്നു ഗൈസ്. ഇവനുണ്ട് ഇവിടെ, ഈ പഹയുണ്ടല്ലോ, മൂഡ് സ്വിങ്സിന്റെ ആള്. ട്രയല് നമുക്കൊന്ന് നോക്കിയ ഒരു സ്മൈൽ ഇട്ടേപ്പാ. ബിസ്ക്കറ്റ് ഇല്ലേ, സ്മൈൽ ഇട്ടേപ്പാ. ഏത് സ്മൈല്, ഏത് ലുക്കറ ഗൈസ്. അൻവറാണ് ഡ്രൈവർ. അസിസ്റ്റന്റ് ഉണ്ട് ഇവിടെ അപ്പുറത്ത് ഇരുന്നിട്ട്. എന്തിനും കൊള്ളൂല. എന്താ മൂപ്പരി എന്തിനും എന്ത് മുട്ടുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞ പോലെ GCC കൺട്രിയിൽ നമ്മുടെ സഹോദരങ്ങളെല്ലാം ഉണ്ട്. അള്ളാഹു എല്ലാവരും കാക്കുമാറാകട്ടെ ഗൈസ്. അവിടെ സൂര്യനെ ഒരു ചെണ്ടി രീതിക്ക് കാണുന്നുണ്ട്, ചോപ്പ് പോളായി. ഗൈസ് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ ശരി. Wow. Hey. Guys, the road is seen. ഓന് ക്ലിക്ക് ആണെങ്കിലേ ഓന്റെ വിഷയത്തിലാണ് ക്ലിക്ക് ആകുന്നത്. നമുക്ക് ട്രോൾ ഇട്ടിയാ മതി.
നാട്ടുകാർ റിവീലാക്കല്ല പായ ഫുൾ സപ്പോർട്ട്. അപ്പൊ ചങ്കള് ചങ്കള് എന്നെ ഫേമസ് ആക്കി. എനിക്ക് ഫേമസ് ഒന്നും ആവണ്ടടാ, ഇത് എൻ്റെ ഒരു ലൈഫ് മെമ്മറിക്കാൻ ഞാൻ എടുക്കുന്നതല്ലേ. എല്ലാത്തിനും സേഫായ പ്ലാറ്റ്ഫോം യൂട്യൂബ് കാണുന്നു. സ്റ്റോറേജ് പ്രശ്നമില്ല, സെർവർ പ്രശ്നമില്ല, കമ്പനി പൂട്ടിയാൽ മാത്രം എല്ലാം പോകും. ഞാൻ ചോട്ടുമ്പോ നിങ്ങക്ക് പ്രശ്നം, ഇവരാരും ചോട്ടുമ്പോ എനിക്ക് പ്രശ്നമില്ല അല്ലേ? ഞാനവിടെ ഇരുന്നിട്ട് നമുക്കറിയാം ആര് ചോട്ടുന്നുണ്ട്. നീയല്ലേ ഞാൻ വെച്ചിട്ട് എനിക്ക് കടി അല്ലേ? ജസ്റ്റ് കാല വെക്കുന്നയാ. ഞാനൊന്നും പറയുന്നില്ല. ഗൈസ്, ടക്കോസ് ബിരിയാണി കാലങ്ങളൊരുപാട് കഴിഞ്ഞു പോയി. ഏത് ചുള്ളൻ ലുക്ക് ഗൈസ്. ചെക്കന് കൊതിയാകണ് എന്ത് തേങ്ങ വേണല്ലോ. തേങ്ങ തേങ്ങയിൽ വെച്ച് എന്തായാലും കൈവശം കൊടുത്ത്. അങ്ങനെ ഏകദേശം കമ്പനിയുടെ വകയായി ഏകദേശം എല്ലാ ജില്ല കവർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ലൈഫിലാദ്യമായിട്ട്. ഇവരെല്ലാം ഓരോ ട്രിപ്പോളികളാണ്. ഏകദേശം ജില്ല കവർ ചെയ്തിട്ടുണ്ട്. നീ പോവാത്ത ജില്ല ഏതെങ്കണ്ടാ? ആ നിന്നെ അല്ല, പറ. പോവാത്ത ജില്ല ഉണ്ടാ? പത്തനംതിട്ട. ഓക്കെ, പിന്നെ ഓക്കെ, വേറെ ജില്ല പറ. വേറെ ജില്ല പറ. പാലക്കാട് പോയിനാ? ഇടുക്കി പോയിനാ? നീ പോയിട്ടുണ്ടാവും. മൂന്നാർ ഇടുക്കിയിലുള്ളതാ? അപ്പൊ ഞാൻ ഇടുക്കി വന്നേനേ. ഇല്ല, ഇത് ബാക്കിയില്ല. ഓക്കെ, വേറെ ഏത് ജില്ല? തിരുവനന്തപുരം വന്നതിനും പോയതിന് കൈ കണക്കൊന്നുണ്ടാവില്ല. എന്ത് സംഭവം? തിരുവനന്തപുരം അല്ല, അതന്നെ ക്യാപിറ്റലാണ്. ക്യാപിറ്റലില് ഒന്നെങ്കിൽ ഗവൺമെന്റ് പരമായിട്ട് ആവശ്യത്തിന് വരണം. അങ്ങനെ എപ്പോഴും ഗവൺമെന്റ് ചിലപ്പോ ട്രിപ്പ് പോവാ. തിരുവനന്തപുരത്ത് അങ്ങനെ കറങ്ങുന്ന സ്ഥലമുണ്ട്. ഏത്? അപ്പൊ എല്ലാ ജില്ല കവറായാ? പാലക്കാട് കേട്ടാ? വേറെ ജില്ല പറടാ. അല്ല, നോക്കുന്ന കിട്ടാതെ ജില്ല ഉണ്ടാ നോക്കട്ടെ. പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ വന്നിട്ടുണ്ടാവല്ലോ. പിന്നെ ഏകദേശമായി. ഞാൻ തിരുവനന്തപുരം ബാക്കിയുണ്ട്, കൊല്ലം ബാക്കിയുണ്ട്. ആടാ കൊച്ചിയിലുണ്ടാകുമ്പോ ട്രിപ്പ് എന്ത് പോയിട്ടില്ല, ഡ്രൈവിംഗ് എന്ത് കിട്ടിയിട്ടില്ല. ആലപ്പുഴത്തേക്ക് ചെക്കൻ ആലപ്പുഴ പോയിട്ടില്ല. ഭാഗ്യം. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം കേരളത്തിൽ കുറെ ജില്ലകൾ കവറാക്കാതെ ഇരുന്നേന്ന്. ഒരു ജില്ലെങ്കിലും ഉണ്ടല്ലോ. ഭാഗ്യം. ഈ മോയെന്തണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഏത് സ്റ്റേറ്റിൽ പോയിട്ടാന്ന് ചോദിക്കണം, ജില്ലയിലല്ല. ഇത് അങ്ങനത്തെ ഒരു മുതലിത്. ഈ ഒരു മുതല് കായുണ്ടോ ഇല്ലേ? ഐ ആം റെഡി ടു ഗോ എനിവേർ. പക്ഷെ ഇപ്പൊ കുറച്ച് കാലായി എടുക്കുന്നത് ലക്ഷദ്വീപിലേക്ക്.
ആ കസാക്കിസ്ഥാനിലേക്ക്. ട്രെൻഡിങ് സ്ഥലം 10 കുറി പറയും. ഞാൻ ബുക്കാക്കി. ഒറ്റക്ക് ബുക്കാക്കിയവനെ വെച്ചേക്കല്ല, അത് പറയില്ല. പിന്നെ ഈ ഒരു മുതല് പണ്ട് ഭയങ്കര സോളോ ട്രാവലിങ്, ഒറ്റക്ക് യാത്ര ചെയ്യലും വ്ളോഗ് എടുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായി മൂപ്പര്. ഇപ്പോൾ മൂപ്പരിന് താല്പര്യത കുറച്ചൊക്കെ കുറഞ്ഞ് വീഡിയോ എടുക്കുന്നത് നിർത്തി. ഇതാണ് അവസ്ഥ. അപ്പോ അല്ല അത് മറ്റേ തിരുവനന്തപുരം പോയി ഡീസല് പെട്രോളാക്കി പെട്രോൾ ഉണ്ടാക്കി സെൽഫ് കൊടുത്ത് തിരുവനന്തപുരം പോയിട്ട് അടുത്ത പാലക്കാട് ജില്ല എൻട്രി ആണ്. ഏകദേശം 7 hours ഉണ്ട് പാലക്കാട്ടിലേക്ക്. പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകുന്ന വഴിക്ക് നോമ്പെടുക്കണം, തറാവി കൂടണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഏകദേശം ഇപ്പോൾ മൂവാറ്റുപുഴക്ക് പോകുന്നുണ്ട്. ഇവിടെ മൊത്തം പാട് കൃഷികളൊക്കെ കാണാൻ പറ്റും. പച്ചപ്പിൻ്റെ നാട്. അൻവർ ഡ്രൈവിംഗ്. ശരി ഫിച്ച ആരുടെ എറണാകുളം? ഓക്കെ ഗൈസ്, അങ്ങനെ അൽക്കുൽച്ചു നോമ്പ് തുറന്നു. മാഷാ അല്ലാ, അടിപൊളി ഫുഡായിരുന്നു. എന്താ പറയാ, നല്ല അടിപൊളി പയറുണ്ട കഞ്ഞി, തേങ്ങാ കഞ്ഞി ഉണ്ടായിരുന്നു. ജീരകല്ല, തേങ്ങാ കഞ്ഞി എന്നാണ് നമ്മളെ നാട്ടിൽ പറയാ. നിങ്ങളെ നാട്ടിൽ ജീരക കഞ്ഞി, എൻ്റെ നാട്ടിൽ തേങ്ങാ കഞ്ഞി. ഓക്കെ, ജീരക തേങ്ങാ കഞ്ഞി. പിന്നെ വേറെ പത്തൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സമൂസ, പബ്സ് ഇങ്ങനത്തെ സ്പെഷ്യൽ ആണെങ്കിൽ ഇവിടെ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. വട, പിന്നെ വേറെന്ത്, ഈത്തപ്പഴം, ചായ. ഓൾ ഗുഡ്, അൽഹംദുലില്ലാ. നല്ല വിശപ്പുണ്ടായി ഗൈസ്, എല്ലാം റാഹത്തായി. അല്ലാ എന്ത് നോമ്പ് തുറപ്പിച്ച ആൾക്കാർക്ക് ബർക്കത്താക്കട്ടെ. ഷെരീഫ് ഉണ്ട്, മിസ്റ്റർ ഉസ്താദ് ഷെരീഫ്. ആൻഡ് 2 കൂട്ടുകാരുണ്ട് നേരത്തെ തന്നെ, കണക്ക് 2. ഓറ് എങ്ങനെ അറിയാം, ഓറ് മാത്സ് സാറല്ല, ഓറ് ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് തന്നെയെന്ന് പറയുന്നില്ല. ആ ഒരു സാധനം അത് 2 പറഞ്ഞേന്. നിങ്ങക്ക് വണ്ടി എടുക്കാൻ അറിയുന്നല്ലേ? അതാണ് ആദ്യത്തെ ചോദ്യം. റായിലേ കുറച്ച് ബിസിയമുണ്ടാ, നീ നമ്മളെ വീഡിയോയിൽ മുണ്ടുന്നേ ഇല്ല റായിലേ. അന്നോ ഗൈസ്, അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാക്ക എത്ര പറഞ്ഞാലും കേൾക്കൂല. ഇവനൊരു പഹയാ. തട്ടുകട ഗൈസ്.
ഗൈസ് ഇവിടെ പുഴ, അവിടെ പാലം. അത് ചെറുവല്ലേ പോയടാ. ഇതെവിടെ ഇരിക്കാം. ഇവൻ വലിയ 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 പഹയാണ്. ആരാണ്? മലയാള മനോരമ പരസ്യങ്ങൾ സ്വീകരിച്ചു. ആരോ മെസ്സേജ് അക്കൗണ്ടിട്ടാലോ. अरे भाई मैं किधर हूँ भाई? ये वाला कैसे है यार? ओ अग्रज वो वाला है ना, कोडेक्स का एम्प्लॉय, वो इधर ही है, हमारा आसपास है. कोडेक्स कोडेक्स व्हाट कोडेक्स? हाँ कोडेक्स. हाँ कोडेक्स. हाँ कोडेक्स एल. ओके ये वाला है ना, ये बंदा मैं किसी हाँ मैं कितनी और मिनट चल लेंगे. ये बंदा है ना, हम कितनी बार बोले तो आप स्पीड कम करो, मेंटेन करो, पेट्रोल मेंटेन करो बोले तो ये वाला चैलेंज. और क्या क्या बोलते हैं वो टर्म के लिए? ईगो नहीं है, ईगो है पक्का. ओ सीधा जाता है. ये बंदा बट ये बंदा बहुत स्वीट है. स्वीट ये है ना, ये हमारा लुल्ला भी है. ഓ ആയി വീഡിയോ ഉണ്ടാക്കണേ എനിക്ക് ദോശ. ഗൈസ് അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റ് അല്ല ചിക്കൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് പിന്നെ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവം? യുഎസ്എസിന്റെ അബ്രഹാം ലിങ്കൺ ഇത് എന്ത് പടക്കപ്പൽ ഓർക്ക് ഇതെല്ലാം പോയി എന്ത് കുറെ ഇതെല്ലാം എന്ത് ട്രാക്കിംഗ് 650 ടോയ്ലറ്റ് ഒന്നുണ്ടായിരുന്നു. അതെല്ലാം പ്രവർത്തന ചെയ്തായി ഓർക്ക് അതിലേക്ക് ഇറാന് പോയിട്ട് ആക്രമിച്ചു മിസൈൽ. ഈ ഇവനുണ്ടല്ലോ പടക്കപ്പൽ കഴിഞ്ഞു ഇവർക്ക് രണ്ടാൾക്കില്ലേ നല്ല ഓണട്ടായിനി. ഇപ്പം ഞാൻ പറ പറഞ്ഞാൽ ഇവർക്ക് നല്ല ഡിസ്റ്റർബാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമല്ലാതെ എന്താണ് തിന്നാൻ ഓരോ നിൽക്കണ ഞാൻ ഉണ്ടല്ലോ കട്ടനാവും. കട്ടന പാല് ഒരു കട്ടന് 2 ചായ, അതിലൊന്ന് 3 ചായ, അതിലൊന്ന് സ്പൂൺ. അങ്ങനെ ചിക്കൻ. ഇതെന്ത് ഇതിന്റെ പേരെന്ത്? മുകളായി എന്തെങ്കിലും ഒന്ന് ഗൈസ് എനിക്കറിയാലോ. ദോശ അങ്ങനെ ഞം നോക്കിയാ ചിക്കൻ തൂറിപ്പായി. ഗൈസ് പിന്നെ തിന്നത് എടുക്കും. ഈ നമുക്ക് ഞം ആക്കാൻ നോക്കാം. ഷാസ സ്റ്റിക്കർ ആക്കാൻ പറ്റിയ സമയം അതാ. അത് കിട്ടി, ഒന്ന് കിട്ടി. വണ്ടി സ്റ്റാർട്ടാന്നില്ലേ? ഇന്ന് ഏതെല്ലാം ലെവൽ കോമഡി ഇറക്കിയ ഗൈസ് മൂവാറ്റുപുഴയിലാണ്. ഇൻഷാല്ലാ പാലക്കാട് കയറാണ്. ദ്വാരിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ എല്ലാം റാഹത്തിലായി ആഫിയത്തോടുള്ള ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം നൽകി. ആന വന്നാൽ എല്ലാത്തിനും രക്ഷത്തിന്
ഇല്ല, നമ്മൾ ഇടുക്കിലേക്ക് അല്ല പാലക്കാട് കയറിയിട്ടേ ഇല്ല ഗായ്സ്. അങ്ങനെ നമ്മൾ എന്തായിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഫുഡ് കഴിച്ചു. ഇനി നേരെ പെരുമ്പാവൂർ ഒരു 20 കിലോമീറ്ററും കൂടി പോയി അവിടെ എവിടെയും കിടക്കാൻ പറ്റുകയാണെങ്കിൽ കിടന്ന് നാളെ രാവിലെ എണീച്ച് പാലക്കാട് വിടണം ഇൻഷാ അല്ലാ. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഗൈസ് ചേച്ചി ഓഫാക്കി അവിടെ ഓഫാക്കിയിട്ടുണ്ട്, അവിടെ തുറന്നിട്ടുണ്ട്. ഏത് അപ്പം ശരി ഗൈസ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ബൈ ബൈ.